ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. അധ്യാപന ജീവിതത്തോടൊപ്പം തന്നെ കാർഷിക പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി ശ്രദ്ധിക്കുന്ന കരുണാപുരത്തെ ശ്രീ രാജേഷ് MD മുകളിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കാർഷിക രംഗത്തോട് അതീവ താല്പര്യം പുലർത്തി മുന്നോട്ട് പോകുന്ന ഏതാനും പേർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. കാരണം ഒരുപക്ഷെ കൃഷിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുകയും അഭ്യസ്ത വിദ്യരായിട്ടുള്ള അത്തരം ചെറുപ്പക്കാർ കാർഷിക രംഗത്തേക്ക് ആവേശത്തോടെ ഇറങ്ങുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും മാതൃകയാണത്. പഴയ തലമുറ ആഗ്രഹിക്കുന്നതും അതാണ്, പുതിയ തലമുറ കാർഷിക രംഗത്തേക്ക് കടന്നു വരണമെന്നുള്ളതാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ള യുവ കർഷകൻ രാജേഷ് MD മുകളേൽ കരുണാപുരത്താണ് താമസിക്കുന്നത്. അദ്ദേഹവും ഇത്തരത്തിലാണ്, അഭ്യസ്തവിദ്യനാണ്, അധ്യാപകനാണ്, അതോടൊപ്പം തന്നെ കൃഷിയിൽ വലിയ താല്പര്യം കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. നമസ്കാരം. എന്തൊക്കെയാണ് കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾ? കൃഷി നമ്മുടെ അച്ഛനമ്മമാരുടെ സമയം തൊട്ട് തന്നെ കൃഷിയോട് വളരെയധികം സന്തോഷത്തോടും സ്നേഹത്തോടും നമ്മൾ കരുതിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാലും പഠിച്ചു, അതിനുശേഷം കൃഷി എന്നുള്ള ഒരു ഇത് വിടണം എന്ന് താല്പര്യം തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് കൃഷിയിലേക്ക് കടന്നേക്കുന്നതും. ഇപ്പോഴും അധ്യാപനം ഉണ്ടെന്നുണ്ടെങ്കിലും കൃഷിയെ ഒരു വലിയൊരു ടേസ്റ്റോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അപ്പം എനിക്കുള്ള കൃഷി പറഞ്ഞാൽ ഏലമാണ്. ഏകദേശം 10 ഏക്കർ അടുത്ത് കൃഷിയുണ്ട്. അത് ലീസിനെടുത്തതായിട്ടും നമ്മുടെ സ്വന്തമായിട്ടുമാണ് കൃഷി ചെയ്യുന്നത്. എത്ര നാളായി ഈ കൃഷിയോട് ഇത്രമാത്രം താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട്? കൃഷി ഇപ്പം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തിലേറെയായിട്ട് കൃഷിയിൽ ഫുൾ ഇൻവോൾവ് ആണ്. ഏലം കൃഷിയോടാണോ കൂടുതൽ താല്പര്യം? ഏലത്തിനോടാണ് താല്പര്യം കാണിച്ചിട്ടോ ഇന്നത്തെ കൃഷിക്ക് നിലനിൽപ്പുള്ളൂ. ബാക്കിയുള്ള കുരുമുളകിനാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിലയൊന്നുമില്ല. പിന്നെ വിളവിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കർഷകൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കൃഷി ആയിരുന്നു ഏലം. ഇപ്പൊ അത് പറയാനും പറ്റത്തില്ല. ഏലം കൃഷി പ്രതികൂലാവസ്ഥയിലേക്ക് നീങ്ങുന്നു. കാരണം ഉൽപാദന ചെലവ് 10 വർഷം മുമ്പ് രാജേഷ് ഈ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു ഏലത്തിന്റെ വില, ഉൽപാദന ചെലവൊക്കെ എങ്ങനെയായിരുന്നു? ഉൽപാദന ചെലവ് എന്ന് പറയുമ്പോൾ നമ്മൾ പല ഘടകങ്ങൾ നോക്കണം. ഒന്ന്, ഇതിന്റെ ലേബർ കോസ്റ്റ്. 2, ഇതിന്റെ വളങ്ങള്, കീടനാശിനികള്. ഓക്കെ, ഇപ്പം അന്ന് വിലയുണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് പോകുന്നൊരവസ്ഥയായിരുന്നു. ഇടയ്ക്ക് ഒരു വർഷം നല്ലപോലെ വില കയറി കഴിയുമ്പോഴത്തേക്കും പ്രീവിയസ് ഇയറിലെ ലോസ് എല്ലാം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏലത്തിന് ഒരു കാലഘട്ടത്തിൽ വില നല്ലപോലെ കയറിയപ്പോഴത്തേക്കും ഇതിന്റെ ലേബർ കോസ്റ്റ് കൂടി, ഫെർട്ടിലൈസറിന്റെ വില കൂടി, മൊത്തത്തിൽ എല്ലാത്തിനും കോസ്റ്റ് ഓഫ് അഗ്രികൾച്ചർ അത് കൂടി. അതിനുശേഷം വില താഴോട്ട് പോകുന്നപ്പോഴത്തേക്കും ഇതൊന്നും കുറഞ്ഞിട്ടില്ല. അപ്പം സാധാരണക്കാരായ കർഷകർക്കെല്ലാം ഈ ഒരു സമയം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ അത്ര ഈസി അല്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഏലം കർഷകരെല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രതികൂലാവസ്ഥയെ കുറിച്ചിട്ടാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഇപ്പോൾ താങ്കളുടെ ഒരു പാക്കേജ് ഓഫ് പ്രാക്ടീസ് എങ്ങനെയാണ്? ഏലം കൃഷിക്ക് എത്രത്തോളം വളപ്രയോഗം കൊടുക്കണം? ഒരു വർഷത്തിൽ എത്ര തവണ വളം കൊടുക്കും? കീടനാശിനി പ്രയോഗമൊക്കെ എങ്ങനെയാണ്? കീടനാശിനി പ്രയോഗം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേനും കീടങ്ങളുടെയൊക്കെ അളവ് വളരെയധികം കുറവായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് മാസത്തിൽ ഒന്നോ ഒക്കെ മരുന്നടിച്ചാലൊക്കെ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 20 അല്ലെ 21 ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ മരുന്ന് ചെയ്തില്ലെങ്കിൽ തന്നെ പ്രശ്നമായി തുടങ്ങും. അപ്പം 20 ദിവസത്തിനകം തന്നെ നമ്മൾ സ്പ്രേ കൊടുക്കണം. എന്നാൽ മാത്രമേ ഏലത്തിന് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഈ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് ഇപ്പോൾ. പക്ഷേ റിട്ടേൺ ഏലത്തിന്റെ പേയ്മെന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും, ഇതിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേനും കുറവാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏലത്തിന് വിലയുണ്ട്. ആക്ച്വലി ഇപ്പം നോർത്തിലൊക്കെ ആണെന്ന് നല്ല വില ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇവിടെ കർഷകന്റെ കയ്യിൽ ആ ക്യാഷ് എത്തുന്നില്ല. ഓപ്ഷൻ റേറ്റ് ആണ്, ഓപ്ഷന്റെ ആവറേജ് റേറ്റ് ആണ്. ഒരു ശരാശരി കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ ലഭിക്കുന്ന വിലയെന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വിലയാണ്. ഇപ്പോൾ ഉൽപാദന ചെലവിന് ആനുപാതികമായിട്ട് വില ലഭിക്കുന്നില്ല എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഈ കീടനാശിനി പ്രയോഗം എന്തായാലും മാസത്തിൽ മസ്റ്റായിട്ട് ഒരു കീടനാശിനി അടിക്കേണ്ടി വരുന്നുണ്ട്. വളപ്രയോഗത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഇപ്പോൾ 10 വർഷത്തിനിടയിൽ ഈ വളത്തിനൊക്കെ വില കൂടിയെന്ന് താങ്കൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വളപ്രയോഗത്തിന്റെ കാര്യത്തിൽ വർഷത്തിൽ എത്ര വളപ്രയോഗം ഇപ്പോൾ നടത്താറുണ്ട്? വളപ്രയോഗം എന്ന് പറയുമ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ എല്ലാ മാസം തന്നെ വളപ്രയോഗം നടത്തുമായിരുന്നു. അപ്പം ഏലത്തിന്റെ വില ഇടിഞ്ഞതോടുകൂടി എല്ലാവരും വളപ്രയോഗം കുറച്ചു.
ഏലത്തിൽ കൃഷിയിൽ ചെയ്യുന്ന പണികൾ കുറച്ചു. ആ പണികൾ കുറയ്ക്കുന്നതോടെ ലേബർ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ ജോലിയിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പം കൂട്ടി നോക്കുമ്പോഴത്തേക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വിലയായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഒരു പരിധി കൂടുതൽ വളമൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതാണ് കാർഷിക രംഗത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇനി കൂടുതൽ വളപ്രയോഗം നടത്തി കൂടുതൽ പരിപാലനം കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് അധിക ചെലവായി മാറും. വിലയുടെ കാര്യത്തിൽ ഇതുപോലെ താഴ്ന്നു നിൽക്കുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കർഷകരെല്ലാവരും തന്നെ വളപ്രയോഗം കുറച്ചിട്ടുണ്ട്. ഉൽപാദനത്തെ അത് ബാധിക്കില്ലേ? ഉൽപാദനത്തെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടുള്ള കൃഷി പോലല്ല ഇപ്പോഴത്തെ കൃഷി. പണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ ചില ഏരിയകളിൽ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല അതിന്റെ അവസ്ഥ. ഇന്ന് ഓരോ ചെറിയ 10 സെന്റുള്ള ആൾക്കാരുടെ അടുത്ത് വരെ കൃഷി എത്തിയിട്ടുണ്ട്. അവരും കൃഷി ചെയ്യുന്നുണ്ട്. ഉൽപാദനം അങ്ങനെ ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് ഉൽപാദനം കുറഞ്ഞിട്ടില്ല, ഉൽപാദനം കൂടിയിട്ടേ ഉള്ളൂ. അത് കൃഷി എല്ലാവരും കുറച്ചു, അല്ലെ വളപ്രയോഗം കുറച്ചു കഴിഞ്ഞാൽ ഉൽപാദനം ഒരിക്കലും കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് വില ഇനിയും കൂടുമെന്നുള്ളൊരു പ്രതീക്ഷയും കാണുന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കരുണാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ താങ്കൾ കൃഷി ചെയ്യുന്നത്. ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ? തീർച്ചയായും ജനിച്ചു വളർന്ന ആളാണ്. കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ ഇത്രത്തോളം ഏലം ഉണ്ടായിരുന്നു? എന്റെ ചെറുപ്പകാലം വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ കൃഷി എന്ന് പറയുകയാണെങ്കിൽ കുരുമുളക് മാത്രമുള്ളായിരുന്നു. ഏലം എന്നുള്ളത് കരുണാപുരം ഭാഗത്ത് ആർക്കും തന്നെ 1-2 ചുരുക്കം വീടുകളിലൊക്കെ ചെയ്തു. എല്ലാവർക്കും ഇതിന്റെ കൃഷി രീതിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. അതുകൊണ്ട് അന്നത്തെ സമയത്ത് കുരുമുളക് മാത്രമുള്ളായിരുന്നു. പക്ഷേ അതിനുശേഷം ഏലം എന്നുള്ളത് ഒരു മാസവരുമാനം അല്ലെങ്കിൽ ഒരു 45-ാം ദിവസം ആദായം കിട്ടുന്ന ഒരു വരുമാനത്തിലേക്ക് അത് വിളവുണ്ടാകുമെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോഴത്തേക്കും അഗ്രസീവായിട്ട് എല്ലാവരും ആ കൃഷിയിലേക്ക് ഇറങ്ങുകയും അതിനുശേഷം ആ പ്രൊഡക്ഷൻ നിന്നുള്ള റിട്ടേൺ കിട്ടുന്നുള്ളതിന് കുരുമുളകിൽ കൃഷി കുറഞ്ഞു. പിന്നീട് ഈ ഏലത്തിന്റെ അകത്ത് കൃഷി കുരുമുളക് ചെയ്തതിനു ശേഷം കുരുമുളകിന്റെ വിളവും കൂടി. അതൊരു ഏലത്തിന്റെ ഒരു വിളവ് തീരുന്ന സമയത്താണ് കുരുമുളകിന്റെ ഒരു ആദായം എടുക്കുന്നത്. ഇത് രണ്ടും ഒരു റിട്ടേൺ ആയിട്ട് കർഷകൻ കിട്ടി തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പണ്ടത്തെ പോലല്ല. താങ്കൾ ഇത് രണ്ട് ചെയ്ത ഒരാളാണല്ലേ? ഏത് തരത്തിലുള്ള ഏലം കൃഷി ചെയ്യുന്നത്? ഞാനിപ്പോ ഒറ്റച്ചിപ്പൻ ആണ്, ഞെള്ളാനിയാണ് കൃഷി ചെയ്യുന്നത് കൂടുതലായിട്ട്. ഇവിടെ കൂടുതലും അത് തന്നെയാണ് ചെയ്യാറ്. ഏലത്തിനിടയിലെ കുരുമുളക് കൃഷിയെ കുറിച്ചൊന്ന് പറയാമോ? ഏലത്തിനിടയിലെ കുരുമുളക് കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം വലിയ മരങ്ങളിലാണ് നമ്മൾ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആദായം തരും. പണ്ടത്തെ കൃഷി രീതിയൊക്കെ വെച്ചാണ് ചെറിയ മുരുക്കി പോലുള്ള മരങ്ങളിലൊക്കെ ആയിരുന്നു കുരുമുളക് കൃഷിയെങ്കിൽ ഇന്ന് വലിയ മരങ്ങളിലൊക്കെ കുരുമുളക് വള്ളികൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഏലത്തിന് ചെയ്യുന്ന വളം തന്നെ മതി ആ കുരുമുളകിന് ആദായം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം കുരുമുളക് ഏലത്തിന്റെ കൃഷി തീരുമ്പോഴത്തേക്കും ആ കുരുമുളകിൽ നിന്നുള്ള ആദായം നല്ല രീതിയിൽ തന്നെ കർഷകൻ ഒരു ആശ്വാസമായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഏതിനത്തിലുള്ള കുരുമുളക് ചെയ്യുന്നത്? കുരുമുളക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള കരിമണ്ടയുണ്ട്, അതിൻ്റെ അകത്ത് മരം പടത്തിയാണ് കൂടുതലായിട്ടും ചെയ്യുന്നവരുണ്ട്. പന്നിയൂറിന്റെ പല ഐറ്റങ്ങളുണ്ട്. പന്നിയൂർ മണ്ണ് തൊട്ട് പല വേരിയന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്, പുതിയത് ലേറ്റസ്റ്റ് എല്ലാം ചെയ്യുന്നവരുണ്ട്. മരങ്ങളിലാണ് പലപ്പോഴും ഏലത്തോട്ടത്തിനുള്ളിലെ മരങ്ങളിലാണ് കുരുമുളക് കൃഷി. അല്ലാതെ ഇപ്പോൾ നമ്മൾ തനിവിളയായിട്ട് കുരുമുളക് നടുമ്പോഴും മുരുക്ക് പോലെയൊക്കെയുള്ള താങ്ങുമരത്തെ ആശ്രയിക്കാറുണ്ടെങ്കിൽ ഏലത്തിന് മുകളിൽ വളർന്നാലാണ് കുരുമുളകിൽ നിന്ന് ആദായം കിട്ടുമെന്നുള്ളതുകൊണ്ട് തന്നെ മരങ്ങളിലാണ് കുരുമുളക് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് കുരുമുളകിന് വളപ്രയോഗം ഒന്നും ചെയ്യാറില്ല. കുരുമുളകിനായിട്ട് അങ്ങനെ ഒരു വളപ്രയോഗം അങ്ങനെ അധികം ആരും ചെയ്യാറില്ല. കാരണം മരുന്നടിക്കുന്ന സമയത്ത് അതിന്റേതായിട്ടുള്ളൊരു വളപ്രയോഗം ചെയ്യുമ്പോഴെല്ലാം കുരുമുളകിന് വേണ്ട കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അഡീഷണൽ ആരും ചെയ്യാറില്ല കുരുമുളകിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ഈ കുരുമുളക് തിരി വീഴുന്ന സമയത്ത് അതിന് വേണ്ടി പ്രത്യേകം സ്പ്രേ ചെയ്യുന്നവരുണ്ട്. മണികൾ പിടിക്കാനായിട്ട് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ കരിമണ്ടയും പന്നിയൂർ ഉൾപ്പെടെയുള്ള ഈ മരം പിടത്തി എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ പന്നിയൂറിനേക്കാൾ കൂടുതൽ ഉയരത്തിൽ പോകുന്ന ഇനമാണോ?
മരംപടത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഏരിയയിൽ ഒരുപാട് കൂടുതൽ വരുന്ന ഒരു ഇതാണ്. അപ്പം നീലമുണ്ടി പോലൊരു ഐറ്റമാണ് ഈ മരം പെടത്തി. അത് മരം പെടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കായ്ച്ചു കഴിഞ്ഞാൽ അത് മരം പെടത്തും. അതുകൊണ്ടാണ് ആ പേരങ്ങനെ വന്നേക്കുന്നത്. പിന്നെ ഇപ്പോഴുള്ള പുതിയ കർഷകരെല്ലാം ഈ പന്നിയൂർ പോലുള്ള പുതിയ പുതിയ ഐറ്റംസ് ആണ് പരീക്ഷിച്ച് നോക്കുന്നത്. പരമ്പരാഗത ഇനങ്ങളിൽ നിന്ന് മാറിയിട്ട് പ്രത്യേകിച്ച് ഏലത്തോട്ടത്തിൽ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ ഉയരത്തിലേക്ക് കയറി പോകുന്ന നല്ല ഉൽപാദനം തരുന്ന പുതിയ ഇനങ്ങളാണ് ഇപ്പോൾ കർഷകരെല്ലാവരും ചെയ്യുന്നത്. ശ്രീ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അഭ്യസ്തവിദ്യനായ ഒരു കർഷകനാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. 10 വർഷമായിട്ട് കൃഷിയെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ തനിക്ക് കൃഷി ഉപേക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമൊന്നും ഇല്ല. തന്റെ ഔദ്യോഗിക ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, എന്നാലും കൃഷിയെ അത്രമാത്രം സ്നേഹിക്കുകയാണ്. എവിടെയാണ് പഠിച്ചത്? എന്തെല്ലാമാണ് പഠിച്ചത്? ഞാൻ എന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും 10th വരെ പഠിച്ചത് കരുണാപുരത്ത് തന്നെയാണ്. 10th +2 വരെ. അതിനുശേഷം ഇലക്ട്രോണിക്സ് ഡിപ്ലോമയാണ്. പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് അല്ലേ? അതെ, തീർച്ചയായും. മാതാപിതാക്കളൊക്കെ ആശ്രയിച്ചിരുന്നതും ഈ പറഞ്ഞ ഏലം കൃഷിയാണോ? അതെ, മാതാപിതാക്കളെല്ലാം ആശ്രയിച്ചിരുന്നതും കൃഷി തന്നെയാണ്. അച്ഛൻ കൃഷിക്കാരനാണ്. ആധുനിക തരത്തിലുള്ള കാർഷിക രീതികളും ഒക്കെ സമ്പ്രദായങ്ങളും ഒക്കെ പുതുതലമുറയിലെ കർഷകർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാജേഷിന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും മോഡേൺ ആയിട്ടുള്ള കൺസെപ്റ്റോ അല്ലെങ്കിൽ മോഡേൺ ആയ ആവിഷ്കാരം വല്ലതും ഉണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പുതിയ തലമുറ സത്യം പറഞ്ഞാൽ കൃഷിയിലേക്ക് അത്രയൊരു ആകർഷകരാകുന്നില്ല. അതിനുള്ള കാരണം ഒരു പക്ഷേ അതൊരു സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചറിലേക്കൊരു ഇത് കിട്ടുന്ന ഒരു കാര്യമൊന്നും തോന്നാത്തതുകൊണ്ടായിരിക്കാം. അതിന് പല കാരണങ്ങളുണ്ട്. വിലത്തകർച്ചയും കർഷകൻ എന്നുള്ളത് എപ്പോഴും ഒരിക്കലും പിന്നെ ഒരു വൈറ്റ് കോളർ അല്ല എന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ആയത്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം ഏലത്തെക്കുറിച്ച് പറഞ്ഞ സ്പൈസസ് ബോർഡ് അവര് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം കർഷകൻ എങ്ങനെ ഇതിൽ നിന്നും വരുമാനം കിട്ടും അവരെന്നെ കുറിച്ച് പഠിക്കുന്നില്ല. ഗവേഷണ കേന്ദ്രങ്ങൾ മണ്ണിനും പ്രകൃതിക്കും ഇനിയുള്ള ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അനുയോജ്യമായിട്ടൊരു സ്ഥലത്തോടു കൂടി വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതും ദോഷകരമല്ലാത്ത രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നതിനെക്കുറിച്ച് ഗവേഷണ കേന്ദ്രങ്ങളും ചിന്തിക്കാത്രത്തോളം കാലം കൃഷി എന്നുള്ള സ്ഥലം ഈ മലയോര ഭാഗത്ത് ഇനിയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയായി തീരും എന്നതിനൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. എല്ലാ ചെറുപ്പക്കാരും വല്ലാത്തൊരു ആകുലതയിലാണ്. കാരണം ഈ രംഗത്തേക്ക് കടക്കാനായിട്ടൊട്ടും താല്പര്യമില്ല. ഇപ്പൊ താങ്കളെപ്പോലുള്ളവര് കടന്നു വരുമ്പോൾ പോലും പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് വിലത്തകർച്ചയുടെ നാളുകൾ. പക്ഷേ എങ്കിൽ പോലും ഇതൊരു വലിയൊരു ബന്ധം പോലെ തന്നെ ഈ കാർഷിക പ്രവർത്തനങ്ങൾ കൂടെ കൊണ്ടുപോവുകയാണ് രാജേഷ് അല്ലേ? തീർച്ചയായും. അത്രമാത്രം ഒരു സമർപ്പണ മനസ്സുണ്ട് ഈ കൃഷിയോട്. തീർച്ചയായും സമർപ്പണ മനസ്സുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതിനെ ആശ്രയിച്ച് ഇതിനൊരു കാരണം കോവിഡ് സമയങ്ങളിലാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ജോലിയിൽ പല ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും കൃഷിയാണ് പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് കൃഷിയിൽ ഇപ്പോഴും വിശ്വാസം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ മരിച്ചു, അമ്മയുണ്ട്, വൈഫ്, എനിക്ക് 4 മക്കളാണ്. 4 ആൺപിള്ളേരാണ്. മക്കള് 3 പേര് സ്കൂളിൽ പോകുന്നു. അവര് 4ാമത്തെ ആള് ഇപ്പൊ 6 മാസമായതുള്ളൂ. അപ്പൊ എന്തായാലും കാർഷിക രംഗത്തോട് താല്പര്യം പുലർത്തി പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച രാജേഷ് എന്ന അഭ്യസ്തവിദ്യനായിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ കൃഷിയോടുള്ള ആഭിമുഖ്യം കൈവിട്ടിട്ടില്ല. പ്രതികൂലാവസ്ഥകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും കൃഷിയാണ് എനിക്ക് കോവിഡ് കാലം പോലെയുള്ള പ്രശ്നസങ്കീർണമായ കാലത്ത് ഒരു ഉണർവ് തന്നത് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വഴിയൊരുക്കിയത് എന്നാണ് പറയുന്നത്. രാജേഷിനെ പോലുള്ള കൂട്ടുകാരുണ്ടോ ഇതേപോലെ കൃഷി ചെയ്യുന്നവര്? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കൂട്ടുകാരും പലരും ഉണ്ട്. ഇപ്പം എന്റെ പ്രായത്തിലുള്ള ആൾക്കാരിൽ ഒരു കുറെ പേര് തന്നെ ഉണ്ട് ഈ കൃഷിയിൽ വളരെയധികം താല്പര്യമുള്ളവരുണ്ട്. അവരെല്ലാം കരുണാപുരം പഞ്ചായത്തുകാരാണോ? കരുണാപുരം പഞ്ചായത്തുകാർ തന്നെയാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ച പ്രിയപ്പെട്ട രാജേഷിന് നന്ദി അറിയിക്കുകയാണ്. കരുണാപുരം പഞ്ചായത്തിലെ കരുണാപുരത്ത് മുകുളേൽ രാജേഷ് MD ആണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത്. അധ്യാപനത്തോടൊപ്പം തന്നെ കാർഷിക പ്രവർത്തനങ്ങളിലും സജീവമായി ശ്രദ്ധിക്കുന്ന കരുണാപുരത്തെ ശ്രീ രാജേഷ് MD മുകുളേലുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ ആന്റണി മുനിയറ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിயின் കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കാർഷിക അറിവുകൾ, രാജേഷ് മുകുളേലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए।
प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.